എടാ അപ്പോൾ തുടങ്ങിയല്ലേ സെഷൻ, 5ാമത്തെ സെഷൻ തുടങ്ങിയാണ്. ഓക്കെ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ അവസാനിപ്പിച്ച കേസ് എക്സ്പെരിമെന്റ്സിനെ കുറിച്ചിട്ടാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നോക്കി. ട്രാൻസ്ക്രിപ്ഷന് 3 പ്രോസസ്സുകളാണ് എന്ന് സാർ പറഞ്ഞിട്ടുണ്ടായി. ഒന്ന് ഇനീസിയേഷൻ ആണ്, ഇലോങ്ങേഷൻ ആണ്, ടെർമിനേഷൻ ആണ്. ഇനീസിയേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ്, ഞാനൊന്നുകൂടി ക്വിക്ക് റിവിഷൻ നടത്തുകയാണ്. ഇനീസിയേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് ആക്ച്വലി RNA പോളിമറൈസ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ അല്ലെങ്കിൽ എൻസൈം എന്ത് ചെയ്യുന്നത്, DNA പ്രൊമോട്ടർ റീജിയൻ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഫാക്ടറാണ് സിഗ്മ സബ് യൂണിറ്റ് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ സിഗ്മ സബ് യൂണിറ്റിന്റെ സഹായത്തോടു കൂടി അത് പ്രൊമോട്ടർ റീജിയനിൽ ഒന്ന് ബൈൻഡ് ചെയ്യുന്നു, അവിടുന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു, mRNA ഉണ്ടാവുന്നു, ലാസ്റ്റ് ടെർമിനേറ്റർ റീജിയനിൽ വെച്ച് റോ ഫാക്ടർ വേണം അതിന് ഇജക്ട് ചെയ്യാനായിട്ട്, ഇജക്ട് ഫ്രം ദ DNA, അങ്ങനെ mRNA ഉണ്ടാവും. അപ്പോൾ അതിന്റെ ആക്ച്വലി കൂടുതൽ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ വെച്ചിട്ടാണ് സാറ് ലാസ്റ്റ് അവസാനിപ്പിച്ചത്. നോക്കേ, നമ്മൾ ആലോചിച്ചോക്കെ, നമ്മൾ ബാക്ടീരിയ, യൂക്കാരിയോട്സ്, പ്രൊക്കാരിയോട്സ് എന്ന് പറയാറുണ്ട്. നമ്മൾ യൂക്കാരിയോട്സിന്റെ കേസ് എടുക്കുമ്പോൾ നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ റീജിയൻ ഉണ്ട്, അതിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട് അല്ലെ. ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട്, നമ്മൾ പറയാറുണ്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയാറുണ്ട്. കാരണം അത് സെൽ സൈക്കിളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെൽ സൈക്കിൾ അത് റിട്രാക്ഷൻ ഒക്കെ ചെയ്യാറുണ്ട്. റിട്രാക്ഷൻ ചെയ്ത് വീണ്ടും പഴയ പോലെയൊക്കെ പോകും. അപ്പോൾ ആക്ച്വലി ന്യൂക്ലിയർ റീജിയൻ ഇല്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ യൂക്കാരിയോട്സ്, പ്രൊക്കാരിയോട്സ് എന്ന് പറഞ്ഞ 2 കാറ്റഗറി ഓഫ് ഓർഗാനിസം എടുക്കുന്ന സമയത്ത് പ്രൊക്കാരിയോട്സിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ റീജിയൻ ഇല്ല, ന്യൂക്ലിയസ് ഇല്ല, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമുക്ക് എന്താ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊക്കാരിയോട്സിന്റെ കേസിൽ അവരുടെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും കപ്പിൾഡ് ആയിരിക്കും. ട്രാൻസ്ലേഷൻ കപ്പിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് mRNA ഉണ്ടാവുന്നു, ആ mRNAയിലേക്ക് റൈബോസോം മെഷീനറി വന്ന് ബൈൻഡ് ചെയ്യുന്നു, പ്രോട്ടീൻ ഉണ്ടാവും. പക്ഷേ യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഓർഗാനിസത്തിന്റെ കേസിൽ എങ്ങനെയാണ്, അവരുടെ കേസിൽ ഇങ്ങനെയാണ്. ഓക്കെ, നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. ന്യൂക്ലിയസിന്റെ ഉള്ളിലെ DNA ട്രാൻസ്ക്രിപ്ഷൻ വഴി mRNA ഉണ്ടാവുന്നു, mRNA സ്പ്ലൈസിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് കിടക്കുന്നു. പറഞ്ഞ സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഞാൻ ഡിഫൈൻഡ് ആയിട്ട് പറഞ്ഞില്ല, പക്ഷെ സാറ് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായി ഇൻട്രോണുകളെ മാറ്റുക. എക്സോണുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ കയറ്റാം. ആ പറഞ്ഞ പ്രോസസ്സാണ് സ്പ്ലൈസിങ്. അപ്പോൾ സ്പ്ലൈസിങ് വഴി നമുക്ക് ഉണ്ടാവുന്ന mRNA അല്ലെ, ആ mRNA പുറത്തേക്ക് വരുന്നു, പുറത്ത് ട്രാൻസ്ലേഷൻ നടക്കുന്നു, ട്രാൻസ്ലേഷനിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോൾ ആക്ച്വലി എന്താ, പ്രൊക്കാരിയോട്സിന്റെ കേസിൽ ഈ പറഞ്ഞ പ്രോസസ്സ് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ കപ്പിൾഡ് ആയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടോ, ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ക്യാൻ ബി കപ്പിൾഡ് ഇൻ ബാക്ടീരിയ. ഓക്കെ, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ റീജിയൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഏതൊക്കെ മെഷീനറികൾ, ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിപ്ഷനും മെഷീനറികൾ എല്ലാം ഒരു ഭാഗത്ത് കാണും. ഓക്കെ, ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA അല്ലെ. നമുക്കറിയാം ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന ഡയറക്ഷൻ 5' to 3' ആണ്. അതുകൊണ്ട് അതിന്റെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് 3' to 5'ലായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഇതായിരിക്കണം. മനസ്സിലായോ? 3' to 5'. കണ്ടോ, 5' to 3'ലാണ് പുതിയ സ്റ്റാൻഡ് ഉണ്ടാവുന്നത്. കണ്ടോ, 5' ഗ്വാനിൻ 3 ക്യാപ്പ് ഉണ്ട്, ഗ്വാനിന്റെ 3 ക്യാപ്പ് ഉണ്ടോ? ഓക്കെ, അത് പറഞ്ഞുതരാം. 5' ക്യാപ്പിംഗ് എന്ന് പറയും. പിന്നെ 3' പോളി അഡിനിലേഷൻ എന്ന് പറയും. അത് ആക്ച്വലി മോഡിഫിക്കേഷൻ ആണ്, mRNA മോഡിഫിക്കേഷൻ. നമുക്ക് പിന്നെ പറയേണ്ട കേസാണ്. അപ്പോൾ ആക്ച്വലി ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഡയഗ്രാം ഫിഗർ 5.11 അല്ലേ. നോക്കിയേ, അപ്പോൾ ക്യാപ്പിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്, അതായത് ഉണ്ടാവുന്ന mRNAക്ക് ഫസ്റ്റ് തന്നെ ക്യാപ്പിംഗ് നടക്കും. ക്യാപ്പിംഗ് എന്തിനാണ് നടക്കണമെന്നുള്ള പല കാരണങ്ങളുണ്ട്. ഒരു DNA ഒരു ഭാഗത്തെത്തിയാൽ അത് ടെർമിനേഷൻ നടക്കും. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് ഇല്ല, പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ ടെർമിനേറ്റ് ആയി എന്ന് പറഞ്ഞാൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന RNA പോളിമറൈസ് പോയി, ഇറങ്ങിപ്പോയി, ഇജക്റ്റ് ആയി DNAയിൽ നിന്നും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, mRNA കിട്ടുന്നു. 5' to 3' mRNA കിട്ടുന്നു. ആക്ച്വലി ഇതൊരു ഹെട്രോജീനിയസ് mRNA ആണ്. ഹെട്രോജീനിയസ് mRNA എന്ന് പറഞ്ഞാൽ സ്പ്ലൈസിംഗ് ഒന്നും നടന്നിട്ടില്ല, മോഡിഫിക്കേഷൻ നടക്കാത്ത mRNA ആണ്. ആക്ച്വലി RNAകൾക്ക് മോഡിഫിക്കേഷൻ നടക്കാറുണ്ട്. അങ്ങനെ mRNA ഉണ്ടാവുന്നു അല്ലെ. ഈ mRNA ആക്ച്വലി RNA സ്പ്ലൈസിംഗ് കേട്ടോ, ഇതിന്റെ ഇടയിൽ ഇന്റർവീനിങ് സീക്വൻസുകളുണ്ട്. സാർ ഇന്നലെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതാണ് ഇന്റർവീനിങ് സീക്വൻസ് അഥവാ ഇൻട്രോണുകൾക്ക് ആക്ച്വലി നമ്മൾ പറഞ്ഞാൽ വലിയ ഫംഗ്ഷനുകൾ ഇല്ല, എന്നാൽ ഇൻട്രോണുകൾ ഫംഗ്ഷൻ ബോഡിയിൽ സെല്ലുകളിൽ ഫംഗ്ഷൻ ആവുന്ന കണ്ടീഷനുകളുണ്ട്. ആക്ച്വലി ഇൻട്രോൺസ് വേണ്ട. അപ്പോൾ ഇൻട്രോൺസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. ആകെ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സാർ കുറച്ചുകൂടി സൂം ചെയ്ത് തരാം. ഓക്കെ, നോക്കേ, കണ്ടോ ഇൻട്രോണുകളെ കണ്ടോ, അതെ, ഇതൊരു ഇൻട്രോണുകൾ ആക്ച്വലി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇൻട്രോണുകളെ റിമൂവ് ചെയ്ത് എക്സോണുകളെ മൈൻഡ് ചെയ്യും. അത് നമ്മൾ സ്പ്ലൈസിംഗ് മെക്കാനിസം എന്ന് പറയും. 3 തരത്തിലുള്ള സ്പ്ലൈസിംഗ് ആണുള്ളത്. മനസ്സിലായി? അത് 3 തരത്തിലുള്ള സ്പ്ലൈസിംഗ് ഉണ്ട്. അപ്പോൾ
സ്പ്ലൈസിങ് മെക്കാനിസം വഴി എന്താ ഇൻട്രോണുകളെ മാറ്റുന്നു, എക്സോണുകൾ മാത്രമാവുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനാണ് സ്പ്ലൈസിങ് എന്ന് പറയാം. പറഞ്ഞ മനസ്സിലായോ? പിന്നെ അതിലേക്ക് പോളി അഡിനിലേഷൻ. അഡിനിൻ അറിയാലോ, അഡിനിൻ എന്താ 6 അമിനോ പ്യൂരിൻ. പ്യൂരിൻ എന്താ, പ്യൂരിൻ റിംഗ് സാർ സ്ട്രക്ചർ, പ്യൂരിൻ റിംഗ് വരച്ചെന്നാണ് സാറ്. അതിൽ 6th പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് വന്നാൽ അതിനെ അഡിനിൻ എന്ന് പറയും. അപ്പൊ ആക്ച്വലി പോളി അഡിനിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ 3 പ്രൈമിൽ അഡിനിൻ ആഡ് ചെയ്യണം, അഡിനിൻ ആഡ് ചെയ്യാന്നാണ് ഉദ്ദേശം. നോക്കിയേ, ഇതാണ് 5 പ്രൈമിൽ 3 പ്രൈം, 3 പ്രൈം ഇവിടെയാണ്. അവിടെ അഡിനിൻ ആഡ് ചെയ്യാം, അഡിനിൻ 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 അഡിനിൻ, അതിനാണ് ആക്ച്വലി പോളി അഡിനിലേഷൻ എന്ന് പറയാം, പോളി അഡിനിലേഷൻ. അപ്പൊ അങ്ങനെ 2 മോഡിഫിക്കേഷൻ ഉണ്ട്, 5 പ്രൈം ക്യാപ്പിങ്ങും പോളി അഡിനിലേഷൻ ഉണ്ട്. അങ്ങനെ പോളി അഡിനിലേഷൻ കഴിഞ്ഞ് നമ്മുടെ പ്യൂർ ആയിട്ടുള്ള mRNA റെഡിയാണ്. പറഞ്ഞ മനസ്സിലായ? പ്യൂർ ആയിട്ടുള്ള mRNA റെഡിയാണ്. ഇതെവിടെ? ഇത് യൂക്കാരിയോട്സിന്റെ കേസിലാണ്. ഇവിടെ മുതൽ ആക്ച്വലി കണ്ടോ, ഇവിടം വരെ എന്താ നടക്കുന്നത്, സെല്ലിന്റെ ഉള്ളിലാണ്, സെല്ലിന്റെ ഉള്ളിലാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഈ mRNA ട്രാൻസ്പോർട്ട് ചെയ്ത് ഇതുവരെ നടക്കുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്, സെല്ലിന്റെ ഉള്ളിലല്ല, ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഈ mRNA ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് വരുന്നത്. അവിടെ നിന്നാണ് റൈബോസോം മെഷീനറി അറ്റാച്ച് ചെയ്ത് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെ? ER-ൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അല്ലെ? ER-ലും സൈറ്റോസോളിലും ആയിട്ട് പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ നടക്കാറുണ്ട്, അല്ലെ? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയാം. അവിടെയാണ് ആക്ച്വലി പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. മനസ്സിലായോടാ? ഓക്കെ. അപ്പോൾ ഇതാണ് ആക്ച്വലി യൂക്കാരിയോട്സിന്റെ കേസിൽ നടക്കുന്ന. പ്രോകാരിയോട്സിന്റെ കേസിലുള്ളത് ഇത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. പ്രോകാരിയോട്സിന്റെ കേസിൽ ആക്ച്വലി കപ്പിൾഡ് ആണ്. ഇതേപോലെ തന്നെ ഇത്രേ ഉള്ളൂ, ഞാൻ പറഞ്ഞുതരാം. ഇത് യൂക്കാരിയോട്സിന്റെ കേസിലാണ്. പ്രൊകാരിയോട്സിന്റെ കേസിൽ എങ്ങനെയാണെന്ന് അറിയോ? പ്രൊകാരിയോട്സിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു RNA ഉണ്ടാവുന്നു, അല്ലെ? ഇത് പ്രൊകാരിയോട്ടിക് ആണെന്ന് വിചാരിക്കാം. ഇത് RNA ഉണ്ടാവുന്നു, mRNA ഉണ്ടാവുന്നു. ഈ mRNA വന്നത് കുറച്ച് ന്യൂക്ലിയോടൈഡ് ഏകദേശം വന്നതിന് ശേഷം എന്താ ഇവിടെ ഒരു റൈബോസോം മെഷീനറി വന്ന് ബൈൻഡ് ചെയ്യും. എന്താ? റൈബോസോം വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, റൈബോസോം വന്ന് ബൈൻഡ് ചെയ്യുന്നു. എന്താ റൈബോസോം വന്ന് ബൈൻഡ് ചെയ്യുന്നു? റൈബോസോമിന്റെ ലാർജ് സബ് യൂണിറ്റ്, സ്മോൾ സബ് യൂണിറ്റ്, അല്ലെ? 2 വന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ആക്ച്വലി ഇവിടെ ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒപ്പം തന്നെ റൈബോസോം അഥവാ ട്രാൻസ്ലേഷൻ ആവശ്യമായിട്ടുള്ള റൈബോസോം മെഷീനറി വന്ന് ആ mRNA ബൈൻഡ് ചെയ്യുന്നു, പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? കാരണം പ്രൊകാരിയോട്സിന്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇവർ തമ്മിലുള്ള ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ ഇല്ല. കാരണം രണ്ടുപേരും ഒരേ സ്ഥലത്താണ്. മനസ്സിലായോടാ? ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, പ്രൊകാരിയോട്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ന്യൂട്രീഷണലി കൺസ്ട്രെയിൻഡ് ആണ്. ഓരോ സെല്ലുകളും ഓരോ ഇൻഡിവിജ്വൽ ആണ്. നമ്മുടെ പോലെ നമുക്ക് ഇഷ്ടം പോലെ മില്യൺസ് ഓഫ് സെൽസ് ഉള്ള പോലെ അല്ല ബാക്ടീരിയയുടെ കേസിൽ. അവർക്ക് ഒരു സിംഗിൾ സെല്ലാണ് അവരുടെ ബോഡിയിൽ എൻറ്റയർ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സിംഗിൾ സെല്ലിലെ എനർജി കൺസർവ് ചെയ്യുക എന്നുള്ളത് അവരുടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ഉപയോഗിക്കുന്ന എല്ലാ പ്രോസസ്സുകളും അവർ എനർജി കൺസ്ട്രെയിൻഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഏതുപോലെ? ഓപ്രോണുകൾ പോലെ. സാറ് പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ ആക്ച്വലി ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ കപ്പിൾഡ് ഇൻ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ട് കപ്പിൾ ചെയ്യുന്നു? അതിനും വേറെ കാര്യങ്ങളുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ കപ്പിൾ എന്തുകൊണ്ട് ബാക്ടീരിയയിൽ ചെയ്യുന്നു, അത് വേറെ കാര്യങ്ങളുണ്ട്. പിന്നീടുള്ള കേസാണ്. ഓക്കെ. ഇനി അടുത്ത് സാർ പറയട്ടെ, അടുത്ത ജനറ്റിക് കോഡോണാണ്. ജനറ്റിക് കോഡോൺ, അല്ലെ? ജനറ്റിക് കോഡോണുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എത്ര അമിനോ ആസിഡുകളാണുള്ളത്? 20 അമിനോ ആസിഡുകളാണ് നമുക്കുള്ളത്. പൊതുവെ ജനറലി പറഞ്ഞാൽ 20 അമിനോ ആസിഡ്, പിന്നെ 21, 22 സെലോനോസിസ്റ്റീൻ പൈറോലൈസിൻ എന്ന് പറഞ്ഞാൽ 21st അമിനോ ആസിഡും 22nd അമിനോ ആസിഡുകളാണ് ഉള്ളത്. അത് 2 മോഡിഫിക്കേഷനാണ്, മോഡിഫൈഡ് അമിനോ ആസിഡുകളാണ്. 21, 22 ഉള്ളത്. അപ്പോൾ നമ്മൾ ജനറ്റിക് കോഡോൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് 20 അമിനോ ആസിഡുകൾ 4 നൈട്രജൻ ബേസ് ആണ്. DNA RNA ആയിക്കോട്ടെ 4 നൈട്രജൻ ബേസ് അല്ലേ? അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ജനറ്റിക് കോഡോൺ എത്രയായിരിക്കണം എന്നുള്ളതാണ്. എന്താണ് ആക്ച്വലി കോഡോൺ എന്ന് പറഞ്ഞാൽ? അതായത് mRNA-യിൽ 3 പേരടങ്ങുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ കോഡോൺ എന്ന് പറയാം. എന്താ? നോക്കിയേ, mRNA-യുടെ 3 പേരടങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ. ഇതൊരു mRNA ആണെങ്കിൽ നോക്കിയേ, ഞാൻ എടുക്കുന്ന AUG. എന്താ? AUG എടുക്കുന്നു. അതൊരു കോഡോൺ ആയിട്ടാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. എന്തുകൊണ്ട്? 3 ന്യൂക്ലിയോടൈഡ്. mRNA-യിൽ ന്യൂക്ലിയോടൈഡ് എന്നുള്ള കാര്യമില്ല. ന്യൂക്ലിയോടൈഡ് എന്താന്നുള്ള കാര്യം സാറ് പറഞ്ഞു തന്നാണ്. അത് mRNA കേസിൽ അത് എന്താ? റൈബോ ന്യൂക്ലിയോടൈഡുകളായിരിക്കും. 2 പ്രൈമിൽ OH ആയിരിക്കും. പിന്നെന്താ? യുറാസിൽ ആയിരിക്കും തൈമിന് പകരം. അപ്പൊ എന്തുകൊണ്ട് 3 ജനറ്റിക് കോഡുകളായി? എന്തുകൊണ്ട് 3 ജനറ്റിക് കോഡായി? എന്തുകൊണ്ട് കോഡോൺ ട്രിപ്ലറ്റ് ആയി, ഡബിളറ്റ് ആയില്ല, സിംഗിളറ്റ് ആയില്ല? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്കുള്ളത് 20 അമിനോ ആസിഡുകളാണ്. എന്താ? നമുക്കുള്ളത് 20 അമിനോ ആസിഡുകളാണ്.
4 നൈട്രജൻ ബേസുകളും. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, 4 നൈട്രജൻ ബേസുകളും. നമ്മളിപ്പോൾ ഒരു അമിനോ ആസിഡ് അല്ലെങ്കിൽ ഒരു നൈട്രജൻ ബേസ് ഒരു അമിനോ ആസിഡ് എന്ന രീതിയിലാണ് എടുക്കണമെങ്കിൽ, പറഞ്ഞ മനസ്സിലായോ? നോക്ക്, ഞാൻ പറഞ്ഞുതരാം. 4 നൈട്രജൻ ബേസ് ഉണ്ട്. അപ്പൊ 4 നൈട്രജൻ ബേസ് വെച്ചാൽ എത്ര? 4 അമിനോ ആസിഡുകൾ മാത്രം അത് കോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? നമുക്ക് 4 നൈട്രജൻ ബേസ് ഉണ്ട്, നമ്മൾ 4 എണ്ണം വീതം വെക്കും. നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതിൽ ആക്ച്വലി 4 ചാൻസുകൾ ഉണ്ട്. എന്താ? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു അമിനോ ആസിഡ് പറഞ്ഞാൽ ഗ്ലൂട്ടാമിക് ആസിഡ്, അല്ലെങ്കിൽ നൈട്രജൻ ബേസ് പറഞ്ഞാൽ എന്താ? അഡിനിൻ, ഗ്വാനിൻ. ഞാൻ ആർനയുടെ കേസാണ് പറഞ്ഞത്. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റസിൻ, യുറാസിൽ. അപ്പോൾ അഡിനിൻ കോഡ്സ് ഫോർ ഗ്ലൂട്ടാമിക് ആസിഡ്. പിന്നെന്താ? ഗ്വാനിൻ കോഡ്സ് ഫോർ അസ്പാർട്ടിക് ആസിഡ്. പിന്നെന്താ? സൈറ്റസിൻ കോഡ്സ് ഫോർ ഇരിക്കട്ടെ ലൈസിൻ. യുറാസിൽ കോഡ് ഫോർ ആർജിൻ. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. തീർന്നുപോയി. 4 നൈട്രജൻ ബേസ്, 4 അമിനോ ആസിഡ്. ബാക്കിയപ്പോൾ അമിനോ ആസിഡ് എന്താ? കോഡില്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി സിംഗ്ലറ്റ് പറ്റില്ല. അപ്പോൾ സിംഗ്ലറ്റ് പോസിബിൾ അല്ല. ഇനി അടുത്ത് നമുക്ക് കോഡോൺ ഡബിളറ്റ് ആക്കി മാറ്റിയാലോ? കോഡോൺ ഡബിളറ്റ് ആക്കി. വിത്ത് റിപ്പീറ്റേഷൻ ആണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ കോഡോൺ ഡബിളറ്റ് ആക്കുമ്പോൾ എന്താ? 4 നൈട്രജൻ ബേസ്, 4 നൈട്രജൻ ബേസ്, അങ്ങനെ 16 അമിനോ ആസിഡുകളെ കോഡ് ചെയ്യാം. എന്താ? 14 അമിനോ ആസിഡുകൾ കോഡ് ചെയ്യാം. അപ്പോൾ 4 അമിനോ ആസിഡുകൾ എവിടെ ബാക്കി? പറ്റൂല. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അതായത് 20 അമിനോ ആസിഡുകളിൽ 4 എണ്ണം വെച്ചാണെങ്കിൽ 16 കോമ്പിനേഷൻ ഉണ്ടാവും അല്ലെ? 16 അമിനോ ആസിഡുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് മനസ്സിലായി? നമുക്ക് ഡബിളറ്റ് പറ്റില്ല എന്ന് മനസ്സിലായി. ഇനി ട്രിപ്ലറ്റ് കോഡോണിലേക്ക് പോയാൽ നമുക്ക് 4 നൈട്രജൻ ബേസ് എത്രയേ? 64 വരും. ശരിയല്ലേ? 64 അമിനോ ആസിഡുകൾ വരും. അപ്പൊ അത് പോസിബിൾ അല്ലേ? 64 അമിനോ ആസിഡുകൾ. നമുക്ക് 20 അമിനോ ആസിഡുകളെക്കാളും 44 എണ്ണം കൂടി അല്ലേ? 44 എണ്ണം കൂടി. മനസ്സിലായോ? നമുക്ക് വേണ്ടത് 20 അമിനോ ആസിഡുകളാണ്. അപ്പോൾ ഇതുവഴി നമ്മുടെ കോഡോൺ ട്രിപ്ലറ്റ് ആക്കി മാറ്റിയാൽ അതിൽ 64 അമിനോ ആസിഡുകളെ കോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് 20 അമിനോ ആസിഡാണ്. ബാക്കി എത്രയെ? ബാക്കി 44 അമിനോ ആസിഡുകൾ ബാക്കി വരും. ഈ 44 അമിനോ ആസിഡുകൾ എങ്ങനെയാണ്? ഈ 44 അമിനോ ആസിഡുകളാണ് നമ്മൾ കോഡോൺ ഈസ് ഡീജനറേറ്റീവ് എന്ന് പറയും. അതായത് ഒരു അമിനോ ആസിഡിനെ മോർ ദാൻ 1 കോഡോണുകൾക്ക് കോഡ് ചെയ്യാം. ആ കോഡോണുകളാണ് 44 അമിനോ ആസിഡുകളുടെ കോഡോൺ. പറഞ്ഞ മനസ്സിലായോ? ഇതിനാണ് ആക്ച്വലി കോഡോൺ ഡീജനറേറ്റീവ് എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ജനറ്റിക് കോഡ് എത്രയായിട്ട് മാറാം? ജനറ്റിക് കോഡോൺ ട്രിപ്ലറ്റ് ആണെന്ന് ഇങ്ങനെ നമുക്ക് മനസ്സിലായി. ജനറ്റിക് കോഡോൺ ട്രിപ്ലറ്റ് ആണ്. ട്രിപ്ലറ്റ് ആയാലേ പോസിബിൾ ആവുള്ളൂ 4 നൈട്രജൻ ബേസ് വഴി വെച്ചിട്ട്. ഈ പോസിബിൾ ആയ 4 നൈട്രജൻ ബേസ് വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ? കോഡോൺ ട്രിപ്ലറ്റ് ആണെന്ന് മനസ്സിലായി. കോഡോൺ ഡീജനറേറ്റീവ് ആണെന്ന് മനസ്സിലായി. ഡീജനറേറ്റീവ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 അമിനോ ആസിഡ് can be coded, an amino acid can be coded by more than 1 nitrogen, more than 1 codon. അപ്പോൾ കോഡോൺ ഡീജനറേറ്റീവ് ആയി മനസ്സിലായി. കോഡോണുകൾ റീഡ് ചെയ്യേണ്ടത് കണ്ടിഗ്യസ് ഫാഷനിലാണ്. അതിനർത്ഥം എന്താ? കോമ, ഹൈഫൺ ഒന്നും പാടില്ല. കണ്ടിന്യൂസ് റീഡിംഗ് ആയിരിക്കണം. കോഡ് യൂണിവേഴ്സൽ ആണ്. എന്താണ് ആക്ച്വലി കോഡ് യൂണിവേഴ്സൽ ആണെന്ന് പറയാൻ കാരണം? ബാക്ടീരിയ എടുത്തോ യൂക്കാരിയോട്ട് എടുത്തോ കോഡോൺ യൂണിവേഴ്സൽ ആണ്. പിന്നെ ചെറിയ എക്സെപ്ഷനുകൾ ഉണ്ടാവും. സ്റ്റോപ്പ് കോഡോണുകൾക്ക് എക്സെപ്ഷനുകൾ ഉണ്ടാവും. അത് പിന്നെ പറയാം. കണ്ടോ? AUG ആക്ച്വലി സ്റ്റാർട്ട് കോഡോൺ ആണ്. പക്ഷെ അത് മെത്യോണിനും കോഡ് ചെയ്യും. ബാക്ടീരിയയുടെ കേസിൽ അത് ഫോർമൈൽ മെത്യോണിൻ ആവും. ഫോർമൈൽ ഗ്രൂപ്പും കൂടി ആഡ് ചെയ്യാം മെത്യോണിൽ. അതായത് എന്താ പറയുന്നത്? ആക്ച്വലി AUG സ്റ്റാർട്ട് കോഡോൺ ആണ്. സ്റ്റാർട്ട് കോഡോൺ AUG എന്ന് പറഞ്ഞ കോഡോൺ സ്റ്റാർട്ട് കോഡോൺ ആക്ച്വലി എന്തിനാണ്? റൈബോസോം മെഷീനറിയിൽ റൈബോസോമിനെ ഒന്ന് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള പോയിന്റ്. അതാണ് ആക്ച്വലി സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയാം നമ്മൾ mRNAയിൽ. എന്നാലല്ലേ നമുക്ക് ട്രാൻസ്ലേഷൻ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്ച്വലി AUG ഒരു സ്റ്റാർട്ട് കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യും. അതിന് പുറമെ AUG മെത്യോണിനെയും കോഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഡ്വൽ ഫംഗ്ഷൻ AUGയുടെ കേസിൽ. ബാക്ടീരിയയുടെ കേസിൽ മെത്യോണിൻ വെച്ചിട്ടല്ല, ഫോർമൈൽ മെത്യോണിൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണം. പറഞ്ഞ മനസ്സിലായോ? പിന്നെ ഇത് സ്റ്റോപ്പ് കോഡോണുകൾ നോക്കേ. UAA എന്താണ്? UAA UAG, പിന്നെ ഇതിനെ തിരിച്ചിട്ട UGA. ഇതാണ് ആക്ച്വലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന 3 സ്റ്റോപ്പ് കോഡോണുകൾ. ഇതാണ് 3 സ്റ്റോപ്പ് കോഡോൺ. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇത്രയാണ് ആക്ച്വലി ജനറ്റിക് കോഡോൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഇനി എന്താ? അപ്പോൾ ഇത്രയും 5 പോയിന്റുകളാണ് ആക്ച്വലി പറയുന്ന ടെക്സ്റ്റിൽ ജനറ്റിക് കോഡോണിന്റെ ഫീച്ചറുകളായിട്ട്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം.
ഓപ്രോൺസിനെ കുറിച്ച് നമുക്ക് നോക്കാം. നോക്കേ, സാർ എന്താ പറഞ്ഞ ഓപ്രോൺസ് എന്ന് പറഞ്ഞാൽ അത് മോണോസിസ്ട്രോണിക് ആണ് അല്ലെ. മോണോസിസ്ട്രോണിക് ഉണ്ട്, പോളിസിസ്ട്രോണിക് ഉണ്ട്. ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ ഇത് മോണോസിസ്ട്രോണിക് ആണെന്ന് പറഞ്ഞ ഒരു ജീനിന് ഒരു പ്രൊമോട്ടർ. നമുക്ക് 25,000 ജീനുകൾ ഉണ്ടെങ്കിൽ 25,000 പ്രൊമോട്ടറുകളാണ് ഉള്ളത്. അത് പറഞ്ഞതാണ് സാർ. ഇനി നിങ്ങൾ നോക്കിയേ, ഇനി ബാക്ടീരിയയുടെ കേസിൽ ഇത് പോളിസിസ്ട്രോണിക് ആണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ജീനുകളെ ഒരൊറ്റ പ്രൊമോട്ടർ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മെക്കാനിസം, അതിനെയാണ് നമ്മൾ ഓപ്രോൺ സിസ്റ്റം എന്ന് പറയാം അല്ലേ. അതിനാണ് ഓപ്രോൺ സിസ്റ്റം എന്ന് പറയാം. സാറ് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞതാണ്. നോക്കിയേ, കണ്ടോ, ഇത് നേരത്തെ പറഞ്ഞതാണ്. പോളിസിസ്ട്രോണിക് ബാക്ടീരിയ അല്ലെങ്കിൽ പ്രൊകാരിയോട്സ്, പിന്നെ മോണോസിസ്ട്രോണിക് യൂകാരിയോട്സ്. ഒരു ജീനിന് ഒരു പ്രൊമോട്ടർ. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ മെയിൻ റീസൺ എനർജിയാണ് അതിന്റെ മെയിൻ റീസൺ. ഇനി നമുക്ക് നോക്കേണ്ട കേസ് എന്താ, ഓപ്രോണുകളുടെ കേസ്. സാർ പറഞ്ഞാണ്, ഒന്നുകൂടി പറയാം. ഓപ്രോൺസിന്റെ കേസാണ് സാർ പറയുന്നത്. ഓപ്രോൺസ് എന്താണ്? ഷുഗറിന്റെ ഓപ്രോണുകൾ ഉണ്ട്, കാർബോഹൈഡ്രേറ്റിന്റെ ഓപ്രോണുകൾ ഉണ്ട്, അമിനോ ആസിഡുകളുടെ ഓപ്രോൺസ് ഉണ്ട് അല്ലെ. ഷുഗറിന്റെ ഓപ്രോണുകളായിട്ട് വരുന്നതാണ് നമുക്കറിയാം ലാക്ടോസ് ഓപ്രോൺ, പഠിക്കാനുള്ളതാണ്. പിന്നെ ഗാലക്ടോസ് ഓപ്രോൺ, അറാബിനോസ് ഓപ്രോൺ ഷുഗറുകളാണ് അല്ലെ. 5 കാർബൺ ഷുഗർ ആണ് അറാബിനോസ് ഓപ്രോൺ. പിന്നെന്താ ഗാലക്ടോസ്, പിന്നെ ലാക്ടോസ് അല്ലെ. ഇതൊക്കെ എന്താ, ഡൈസാക്രൈഡുകളാണ് അല്ലെ. ഓക്കെ, ഇനി അമിനോ ആസിഡ് ആയിട്ടുള്ള ഓപ്രോണുകളാണ്. എക്സാമ്പിൾ ട്രിപ്റ്റോഫാൻ ഓപ്രോൺ. ഞാൻ സിംഗിൾ ലെറ്റർ റെപ്രസെന്റേഷൻ പറയാം. ട്രിപ്റ്റോഫാൻ ഓപ്രോൺ, ഫിനൈൽ അലാനിൻ ഓപ്രോൺ എക്സെട്ര. മനസ്സിലായോ? ഓക്കെ. ഇനി അപ്പൊ നമുക്കിതിൽ ആക്ച്വലി പഠിക്കാനുള്ളത് ലാക്ടോസ് ഓപ്രോൺ ആണ് നിങ്ങൾ ടെക്സ്റ്റിലുള്ളത്. ലാക്ടോസ് ഓപ്രോണിലേക്ക് പോകാം. നിങ്ങൾ ഏത് ഫീൽഡ്, ബയോളജി ഇപ്പോൾ ഏത് ഫീൽഡ് എടുത്താൽ ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ അഡ്വാൻസ് ലെവലിൽ നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മൾ നോക്കിയേ, ഓപ്രോൺസിന്റെ ഒരു ഇമേജ് ഉണ്ട്, അത് സാറ് കാണിച്ചു തരാം. നോക്കിയേ, ഇതാണ് ഓപ്രോണിന്റെ സ്ട്രക്ചർ ആയിട്ട്. ഓക്കെ, കണ്ടോ? എന്താണ് ആക്ച്വലി ഓപ്രോണിന്റെ അർത്ഥം? സാർ പറഞ്ഞതാണ്. നോക്കിയേ, ഒരു ജീൻ എടുക്കട്ടെ. സാർ ജീനെ വരക്കാം. ബാക്ടീരിയൽ ജീനാണ്. ഓക്കെ, ബാക്ടീരിയൽ ജീൻ. ഈ ബാക്ടീരിയൽ ജീനിൽ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ലാക് ഓപ്രോണെ കുറിച്ചിട്ടാണ്, ലാക്ടോസ് ഓപ്രോണെ കുറിച്ചിട്ടാണ്. ഓക്കെ, ലാക് ഓപ്രോൺ. അപ്പൊ എന്താ ലാക് ഓപ്രോണിന്റെ ലാക്ടോസ് ഓപ്രോൺ, അതായത് ലാക്ടോസിനെ കൺസ്യൂം ചെയ്യാനായിട്ട് ബാക്ടീരിയ ലാക്ടോസിനെ എടുക്കണം. നമുക്കറിയാം, ഏത് ഓർഗാനിസം ആയാലും പ്രൈമറി എനർജി സോഴ്സ് ഗ്ലൂക്കോസ് ആണ്. മനസ്സിലായി? നമ്മുടെ കേസിലും പ്രൈമറി എനർജി സോഴ്സ് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് കയറിയിട്ടാണ് ഗ്ലൈക്കോലിസിസ് വഴി നമുക്ക് അല്ലെ, ഗ്ലൈക്കോലിസിസ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, ലാസ്റ്റ് ATP എന്ന് പറഞ്ഞ സാധനം മൈറ്റോകോൺട്രിയയിൽ ഉണ്ടാവുന്നത്. പവർ ഹൗസ് ഓഫ് എ സെൽ നമ്മൾ പറയാറുണ്ട്. എനർജി കറൻസി ATP ഉണ്ടാവുന്നത്. അപ്പൊ ഏത് ഓർഗാനിസം ആണെങ്കിലും ഗ്ലൂക്കോസ് ആണ് അതിന്റെ പ്രൈമറി എനർജി സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഗ്ലൂക്കോസ് ഇല്ലാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യും? അപ്പോഴാണ് ബാക്ടീരിയ ഗാലക്ടോസ് ഓപ്രോൺ അല്ലെങ്കിൽ ലാക്ടോസ് ഓപ്രോൺ എന്ന് പറഞ്ഞ ഓപ്രോണുകൾ സ്വിച്ച് ചെയ്യുക. അപ്പോൾ അത് ആവശ്യത്തിൽ സ്വിച്ച് ചെയ്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ ലാക്ടോസ് ഓപ്രോൺ ഓൺ, ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ലാക്ടോസിന്റെ ആവശ്യമില്ല. അപ്പോൾ ലാക്ടോസ് ഓപ്രോൺ ഓഫ് ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ലാക്ടോസ് ഓപ്രോൺ എന്ന് പറഞ്ഞ ജീൻ സ്ഥിതി ചെയ്യുന്ന DNA ആ ഒരു ഭാഗം കൊടുത്താൽ അതിന്റെ സ്ട്രക്ചറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് ഇൻഡ്യൂസർ റീജിയൻ ഉണ്ടാവും, പിന്നുള്ളത് പ്രൊമോട്ടർ റീജിയൻ ആണ്, പിന്നുള്ളത് ഓപ്പറേറ്റർ റീജിയൻ ആണ്. പിന്നെ 3 സ്ട്രക്ചറൽ ജീനുകളായ Z ജീൻ, Y ജീൻ, A ജീൻ. മനസ്സിലായ? 3 സ്ട്രക്ചറൽ ജീനുകൾ. അപ്പൊ എന്താ, ലാക് ഓപ്രോണിന്റെ DNA സ്ട്രക്ചർ എടുത്താൽ ഒന്ന് ഇൻഡ്യൂസർ റീജിയൻ ഉണ്ടാവും. പറഞ്ഞുതരാം എന്താ അതിനുള്ളത്. പ്രൊമോട്ടർ റീജിയൻ. എന്തിനാണ് പ്രൊമോട്ടർ റീജിയൻ എന്നുള്ളത് അറിയാം. പിന്നെന്താ, ഓപ്പറേറ്റർ റീജിയൻ. പിന്നെ 3 സ്ട്രക്ചറൽ ജീനുകൾ. അതാണ് ആക്ച്വലി പറഞ്ഞ ലാക് ഓപ്രോണിലുള്ളത്. ഓക്കെ, ഇവിടെ ആക്ച്വലി ഇൻഡ്യൂസർ എന്ന് പറയുന്ന സാധനമുണ്ട്. എന്താണ് ആക്ച്വലി ഇൻഡ്യൂസർ? ഓക്കെ, ഇൻഡ്യൂസർ ഇവിടെ ആക്ച്വലി ലാക്ടോസ് ആണ് ഇൻഡ്യൂസർ. എന്താണ്? ലാക്ടോസ് ആണ് ലാക് ഓപ്രോണിലെ ഇൻഡ്യൂസർ. മനസ്സിലായോ? പ്രൊമോട്ടർ റീജിയനിൽ ഓരോ ഫംഗ്ഷൻ പറഞ്ഞുതരാം. പ്രൊമോട്ടർ റീജിയനിൽ RNA പോളിമറൈസ് ഒന്ന് ബൈൻഡ് ചെയ്തു.
RNA പോളിമറേസ് ബൈൻഡ് ചെയ്യുന്നു. ഓപ്പറേറ്റർ റീജിയനിലാണ് ഈ പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ നടക്കണോ വേണ്ടേ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഓക്കെ, ഓക്കെ കണ്ടോ? ഇൻഡ്യൂസർ അഥവാ ഐ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? റിപ്രസർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഐ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? റിപ്രസർ പ്രോട്ടീൻ. ഇൻഡ്യൂസർ ആണ് എന്ത്? നമ്മുടെ ലാക്ടോസ്. അപ്പോൾ ഐ റിപ്രസർ പ്രോട്ടീൻ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെന്ത്? ഇത് നോർമലി ഇങ്ങനെ നടക്കണം. എന്ത്? ഓക്കെ, ഐ എന്ത് പ്രൊഡ്യൂസ്? ഐ എപ്പോഴും ഇങ്ങനെ റിപ്രസർ mRNA അഥവാ റിപ്രസർ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റിപ്രസർ എന്ന് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യുന്നു. ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഓപ്പറേറ്ററിൽ ഒരു റിപ്രസർ ഉണ്ടെങ്കിൽ അവിടെ RNA പോളിമറേസിനൊന്നും ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ഈ പറഞ്ഞ സ്ട്രക്ചറൽ ജീനുകളെ അവർക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ഇനി പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ. ഇൻഡ്യൂസർ എന്താ? ഇൻഡ്യൂസർ ആണ് ആക്ച്വലി എന്താണ്? നമ്മുടെ ലാക്ടോസ്. സാർ പറഞ്ഞില്ലേ ഇൻഡ്യൂസർ ആണ് ലാക്ടോസ്. ഇവിടെ തന്നെയാണല്ലേ? ഓക്കെ, ഇൻഡ്യൂസർ ആണ് ആക്ച്വലി. ഇൻഡ്യൂസർ എന്താ? ആക്ച്വലി ലാക്ടോസ് ആണ് ഇൻഡ്യൂസർ. ഓക്കെ, കണ്ടോ? ഇൻഡ്യൂസർ ആക്ച്വലി ലാക്ടോസ് ആണ്. അപ്പോ ഐ എവിടെയാ? ഐ ഇൻഡ്യൂസർ ബൈൻഡിങ് ഏരിയ, ഐ ഇൻഡ്യൂസർ ബൈൻഡിങ് DNA ഇൻഡ്യൂസർ ബൈൻഡിങ്, P പ്രൊമോട്ടർ ബൈൻഡിങ്, O ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്ററിലാണ് റിപ്രസർ ഈ പറഞ്ഞ ഐ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിപ്രസർ പ്രോട്ടീൻ ഒന്ന് ബൈൻഡ് ചെയ്യുന്നത്. പിന്നെ സ്ട്രക്ചറൽ ജീൻ Z കോഡ് ചെയ്യുന്നത് ബീറ്റ ഗാലക്ടോസിഡേസ്. ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞാൽ എൻസൈമിന് രണ്ട് ഫംഗ്ഷൻ ആണ് ഉള്ളത്. ഒന്നെന്താ? ലാക്ടോസിനെ ക്ലീവ് ചെയ്യുക. രണ്ടാമത്തെ ലാക്ടോസിനെ ക്ലീവ് ചെയ്ത് ബീറ്റ ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റുക. പിന്നെന്താ? പിന്നെ ബീറ്റ ഗാലക്ടോസിഡേസിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ ലാക്ടോസിനെ അല്ലോ ലാക്ടോസ് ആക്കി മാറ്റുക. രണ്ട് ഫംഗ്ഷനുകളാണ് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞാൽ എൻസൈമിനുള്ളത്. അപ്പോൾ Z എന്ത് കോഡ് ചെയ്യുന്നു? ഞാനിവിടെ എഴുതി തരാം. Z കോഡ്സ് ഫോർ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം. ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം. ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം. ഈ ബീറ്റ ഗാലക്ടോസിഡേസിന്റെ ഫംഗ്ഷൻ എന്താ? രണ്ട് ഫംഗ്ഷൻ ആണുള്ളത്. ഒന്ന്, അതിന്റെ ഫംഗ്ഷൻ ലാക്ടോസിനെ അല്ലോ ലാക്ടോസ് ആയി കൺവേർട്ട് ചെയ്യുക. ലാക്ടോസ് കൺവേർട്ടഡ് ടു അല്ലോ ലാക്ടോസ്. അത് വേറെ കാര്യമുണ്ട്, പിന്നെ പറഞ്ഞുതരാം. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ? ഈ പറഞ്ഞ ലാക്ടോസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ബീറ്റ ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പൊ കണ്ടോ, ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് അവർക്ക് എനർജി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലാക്ടോസിൽ നിന്ന് പാലിൽ കാണുന്ന സാധനം ലാക്ടോസ്. അപ്പോൾ ഇതിനെ ആക്ച്വലി ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. പക്ഷേ അപ്പോൾ മനസ്സിലായോ? ലാക്ടോസിനെ ബ്രേക്ക് ചെയ്ത് ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റിയ ഗ്ലൂക്കോസിൽ നിന്ന് എനർജി എടുക്കാം. അറിയാം, എനർജി നോർമലി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഗാലക്ടോസിന് എന്ത് ചെയ്യും? അതിന് വേറെ ഓപ്രോൺ ഉണ്ട് ബാക്ടീരിയയിലെ, ഗാലക്ടോസ് ഓപ്രോൺ, ഗാലോപ്രോൺ എന്ന് പറയും. പക്ഷെ നമുക്കത് പഠിക്കാനില്ല ഇപ്പോൾ. അപ്പോൾ ഇത് ആക്ച്വലി വർക്ക് ചെയ്യണമെങ്കിൽ വേറൊരു ഓപ്രോൺ കൂടി വർക്ക് ചെയ്യണം, ഗാലോപ്രോൺ. ഗ്ലൂക്കോസ് നമുക്ക് എനർജി കൺസർവ് ചെയ്യാൻ, എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അറിയാലോ, ബാക്ടീരിയയുടെ കേസിൽ മൈറ്റോകോൺട്രിയ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് ആക്ച്വലി ഈ പറഞ്ഞ സെഡിന്റെ ഫംഗ്ഷൻ. ഇനി വൈ എന്താണ്? വൈ ജീൻ കോഡ് ചെയ്യുന്നത് പെർമിയസ് ആണ്. എന്താ? വൈ ജീൻ കോഡ് ചെയ്യുന്നത് പെർമിയസ് എൻസൈം ആണ്. എന്താണ് ആക്ച്വലി പെർമിയസ് എൻസൈം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതാ ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഈ ഡോറിൽ നിന്നും പുറത്തു നിന്ന് ഒരാൾക്ക് വരുന്നെങ്കിൽ ആ ഡോറ് തുറക്കണം, ശരിയല്ലേ? അപ്പോൾ ആ ഡോറ് തുറക്കാൻ പെർമിറ്റ് ചെയ്യാൻ പെർമിയസ് എൻസൈം, അതായത് പുറത്ത് ലാക്ടോസ് ഉണ്ട്, സെല്ലിന്റെ പുറത്ത് ലാക്ടോസ് ഉണ്ട്. ആ ലാക്ടോസിന് സെല്ലിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ പെർമിയസ് എൻസൈം വേണം. പെർമിയസ് എൻസൈം ഒരു ചാനലാണ്, ഒരു പ്രോട്ടീനാണ്. മനസ്സിലായ? ആ ചാനൽ വഴിയാണ് കയറുന്നത്, ലാക്ടോസ് കയറുന്നത്. ഇനി അടുത്താണ് എ ആക്ച്വലി എന്താ കോഡ് ചെയ്യുന്നത്? അത് എഴുതിയില്ല. എ കോഡ് ചെയ്യുന്നത് എന്താ? ട്രാൻസ് അസറ്റൈലേസ് ആണ്. എന്താണ് ട്രാൻസ് അസറ്റൈലേസ്? എന്താണ് ട്രാൻസ് അസറ്റൈലേസിന്റെ ഫംഗ്ഷൻ? നിങ്ങൾ നോക്കിയേ, ലാക്ടോസ് അല്ലാതെ ലാക്ടോസിനെ പോലെ ഇരിക്കുന്ന കോപ്പികൾ ഉണ്ടാവും, ശരിയല്ലേ? ലാക്ടോസ് അല്ലാതെ ലാക്ടോസിനെ പോലെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുണ്ടെങ്കിൽ പെർമിയസ് എന്താ വിചാരിക്കാവോ? അത് ലാക്ടോസ് ആണ്, ലാക്ടോസിനെ കയറ്റി വിടും. പക്ഷെ അത് ലാക്ടോസ് ആയിരിക്കില്ല, ആക്ച്വലി ലാക്ടോസിനെ പോലെ ഇരിക്കുന്നവരായിരിക്കും. അപ്പൊ അവരെ ന്യൂട്രലൈസ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്ത് കളയണം. എന്ത് കൊടുക്കും? ട്രാൻസ് അസറ്റൈൽ ഗ്രൂപ്പ് കൊടുക്കും, CH3CO. അസിറ്റിക് ആസിഡ് എന്താ? CH3COOH, അസറ്റൈൽ CH3CO. അപ്പോൾ CH3CO ഗ്രൂപ്പ് അതിൽ കൊടുക്കുന്നു, ട്രാൻസ് അസറ്റൈൽ. അപ്പോൾ ട്രാൻസ് അസറ്റൈലേസ് എന്ന് പറഞ്ഞ എൻസൈം അസറ്റൈൽ ഗ്രൂപ്പ് കൊടുത്ത് അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. അങ്ങനെ
ലാക്ടോസിന് പകരം വരുന്ന കോപ്പികളെ ഇല്ലാതാക്കുന്നു. മനസ്സിലാവും? ഡിഫൻസ് ആണ്. മനസ്സിലായി? ഇനി എങ്ങനെയാണ് ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് സാറ് ഡയഗ്രത്തിൽ കാണിച്ചു തന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം, കൃത്യമായി പറഞ്ഞുതരാം. ഓക്കെ, ഒന്നുകൂടി ഇങ്ങനെ ഓർത്താൽ മതി. ഇപ്പോസിയ എന്താ? ഇപ്പോസിയ എന്ന് പറഞ്ഞാൽ കോഡ് ഓർത്താൽ മതി. ഇതാ ഇൻഡ്യൂസർ ബൈൻഡിങ്, പ്രൊമോട്ടർ റീജിയൻ, ഓപ്പറേറ്റർ റീജിയൻ, സിയ, ട്രാൻസ്, ബീറ്റ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസ് അസറ്റൈലേസ്. ഇവിടെ എഴുതാം. ജീനാണ്, DNA ഭാഗവും. ഓക്കെ, അപ്പൊ ആക്ച്വലി നിങ്ങൾ നോക്കിയേ, നോർമലി ഒരു നോർമലി ഗ്ലൂക്കോസ് പ്ലെന്റി ആണ്. അപ്പോൾ നോർമലി ബാക്ടീരിയ ഗ്ലൂക്കോസ് വെച്ചിട്ടാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി ലാക്ക് ഓപ്രോണിന്റെ ആവശ്യമില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ലാക്ക് ഓപ്രോൺ ഓൺ ആവണ്ട, ലാക്ക് ഓപ്രോൺ ഓഫ് ആയാൽ മതി. അപ്പൊ സംഭവിക്കും, ഐ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിപ്രസർ പ്രോട്ടീൻ, ഒരു റിപ്രസർ പ്രോട്ടീൻ എപ്പോഴും ഒരു സ്മോൾ എമൗണ്ടിൽ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് വന്ന് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യും. ഓക്കെ, ഓപ്പറേറ്ററിൽ മാത്രമല്ല അത് ആക്ച്വലി ബൈൻഡ് ചെയ്യുന്നത്, അത് കുറച്ച് പ്രൊമോട്ടർ റീജിയനിലും കൂടി ബൈൻഡ് ചെയ്യും. ആ പ്രോട്ടീന്റെ പ്രത്യേകത ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അത് പ്രൊമോട്ടറിനെ കൂടി ചേർത്താണ് ബൈൻഡ് ചെയ്യണം. അപ്പോൾ പ്രൊമോട്ടറിനെ കൂടി ചേർത്ത് ബൈൻഡ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ? RNA പോളിമറൈസിന് ഒന്ന് പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല. അത് അങ്ങനെയാണ് ആക്ച്വലി ലാക്ക് ഓപ്രോൺ ഓഫ് ആണ്. മനസ്സിലായോ? ഇനി ബാക്ടീരിയയുടെ കയ്യിൽ ഗ്ലൂക്കോസ് ഒക്കെ തീർന്നു പോയി, ബാക്ടീരിയക്ക് ഇനി ഗ്ലൂക്കോസ് ഇല്ല. പകരം ആ കൾച്ചർ മീഡിയയിൽ അല്ലെങ്കിൽ അതിന്റെ എൻവയോൺമെന്റിൽ ബാക്കി എന്തുണ്ട്? ലാക്ടോസ് ഉണ്ട്. അപ്പൊ ലാക്ടോസ് എടുക്കണം. അപ്പൊ എങ്ങനെ ലാക്ടോസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം, അത് വേറെ മെക്കാനിസമാണ്. അത് പിന്നെ അത് റിലേ സിസ്റ്റമാണ്. അത് പിന്നെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ബാക്ടീരിയ മനസ്സിലാക്കി, ഓക്കെ ലാക്ടോസ് ഉണ്ട്. അപ്പൊ ലാക്ടോസ് ഉള്ളിലേക്കും കയറി എന്ന് വിചാരിച്ചോ, അത് രണ്ടും വേറെ മെക്കാനിസമാണ്. ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പോൾ ആക്ച്വലി എന്താ? ലാക്ടോസ് ഉള്ളിലേക്ക് കയറി. അപ്പൊ ലാക്ടോസ് എന്ത് ചെയ്യും? ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. ലാക്ടോസ് വരുന്നു. അപ്പൊ ലാക്ടോസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? അതൊരു ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യും. എന്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന അറിയും? എങ്ങനെയാണ് ലാക്ടോസ് ഇൻഡ്യൂസ്? ലാക്ടോസ് വരുന്നു, ഈ ലാക്ടോസ് ഒന്ന് റിപ്രസറിൽ ബൈൻഡ് ചെയ്യുന്നു, റിപ്രസർ പ്രോട്ടീനിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ റിപ്രസർ ഇപ്പോ ഇന്നാക്റ്റീവ് റിപ്രസറായി. മനസ്സിലായോടാ? അതായത് ഈ പറഞ്ഞ പ്രോട്ടീൻ, ഇവിടെ ഒരു പ്രോട്ടീൻ ഉണ്ട്, ഈ റിപ്രസർ പ്രോട്ടീൻ ഉണ്ട്. അത് ആക്ച്വലി ലാക്ടോസ് ഉള്ള സമയത്ത് ഈ ലാക്ടോസ് ഒന്ന് ഇതിന് ബൈൻഡ് ചെയ്യും. അപ്പൊ എന്ത്? ലാക്ടോസ് ഇതിന് ബൈൻഡ് ചെയ്യുമ്പോൾ ഇതിന് ഓപ്പറേറ്റർ റീജിയനിലൊന്നും ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓപ്പറേറ്റർ റീജിയനിലൊന്നും ബൈൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ RNA പോളിമറൈസ് ഫ്രീ ആണ്, അതിന് പ്രൊമോട്ടർ റീജിയനിലൊന്ന് ബൈൻഡ് ചെയ്യാം. അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. സിയ പ്രോട്ടീൻ, സിയകൾ ഉണ്ടാവും. അപ്പൊ സിയ എന്തിനാ ആക്ച്വലി? കണ്ടോ, ലാക്ടോസ് ഉണ്ട്. അപ്പൊ ലാക്ടോസിനെ മുറിക്കും. ലാക്ടോസിനെ മുറിച്ച് ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റും, എനർജി പ്രൊഡ്യൂസ് ചെയ്യും. വൈ? പെർമിയേസ് എന്തിനാ? ചാനലാണ്. എന്താ? ട്രാൻസിസ്റ്റൈലേസ്. മനസ്സിലായോടാ? ഇതാണ് ആക്ച്വലി ലാക്ക് ഓപ്രോണിന്റെ കേസായിട്ട് നമുക്ക് ആ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. മനസ്സിലായോ? ലാക്ക് ഓപ്രോണിന്റെ കേസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാറ് അതാണ്, ആ ഡയഗ്രമാണ് സാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ? അതാണ് ആക്ച്വലി ഇവിടെ പറയുന്നത്. എന്താ നോക്കിയേ, അതാണ് ആക്ച്വലി പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. നോക്കിയേ, കണ്ടോ? ഇത് വിട്ടേക്ക്. ഇതൊരു P എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, സൂം ചെയ്ത് തരാം. കണ്ടോ, അവിടെ ഒരു P എഴുതിയിരിക്കണോടാ. അത് ആക്ച്വലി എന്തിന്റെ P ആണെന്നറിയോ? ഈ പറഞ്ഞ ഇൻഡ്യൂസ്. അത് വേണ്ട, അത് വിട്ടേക്ക്. നമുക്ക് ഇവിടെ മുതലാണ് വേണ്ടത്. നമുക്ക് എന്നാലും പറയാം, ഈ P എന്തിനാ? P ആക്ച്വലി ഈ ഇൻഡ്യൂസർ എന്ന് പറഞ്ഞ ഒരു ജീനാണല്ലോ, കാരണം അത് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ജീനിന് വേണ്ടിയിട്ടുള്ള പ്രൊമോട്ടറാണ്, അത് നമുക്ക് വേണ്ട. അപ്പോൾ ഇൻഡ്യൂസർ ഇപ്പോസിയ അല്ലെ, അതിൽ ഇൻഡ്യൂസർ ബൈൻഡ് ചെയ്യുന്ന സ്ഥലം അല്ലെ, അവിടെ അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന? റിപ്രസർ മാറിനെ ഓപ്പറേറ്ററിലൊന്ന് ബൈൻഡ് ചെയ്യുന്നു, RNA പോളിമറൈസിന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. കണ്ടോ? റിപ്രസർ ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ റീജിയൻ O ആൻഡ് പ്രിവെന്റ്സ് RNA പോളിമറൈസ് ഫ്രം ട്രാൻസ്ക്രൈബിംഗ് ദ ഓപ്രോൺ. ഞാൻ പറഞ്ഞായിരുന്നു, RNA പോളിമറൈസിന് ഒരു ജീനിനെ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രോട്ടീൻ വേണം. ആ പ്രോട്ടീനാണ് സിഗ്മ ഫാക്ടർ. അപ്പൊ സിഗ്മ ഫാക്ടർ ആയിട്ട് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അതിന് പ്രൊമോട്ടർ എവിടെയെന്ന് മനസ്സിലാവുന്ന, പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ സിഗ്മ ഫാക്ടർ ഉണ്ട്, പ്രൊമോട്ടർ എവിടെയെന്ന് മനസ്സിലായി, പക്ഷെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓപ്പറേറ്ററും പ്രൊമോട്ടർ അടുത്താണ്. അതുകൊണ്ട് തന്നെ RNAയുടെ സൈസ് വെച്ചിട്ട് ഇതിന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അത് ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസറിന്റെ കേസിലാണ്. ഇൻഡ്യൂസർ ഇല്ലാത്ത സമയത്താണ്. മനസ്സിലായി? ഇനി ഇൻഡ്യൂസർ എന്താ? നമ്മുടെ ഇവിടുത്തെ ഇൻഡ്യൂസർ ഏതാടാ? നമ്മുടെ ഇൻഡ്യൂസർ ആണ് ലാക്ടോസ് അല്ലേ? അപ്പൊ ലാക്ടോസ് വരുന്നു. ഓക്കെ, ലാക്ടോസ് വരുന്നു. കണ്ടോ ലാക്ടോസ് ഇൻഡ്യൂസർ ആണ്. അപ്പോൾ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത റിപ്രസറിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. റിപ്രസർ ഇന്നാക്ടിവേറ്റ് ചെയ്യുന്ന റിപ്രസറിനെ ഓപ്പറേറ്ററിലൊന്നും ബൈൻഡ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ RNA പോളിമറൈസ് ഒന്ന് ബൈൻഡ് ചെയ്യും. RNA പോളിമറൈസ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അങ്ങനെ ലാക്ക് mRNA ഉണ്ടാവുന്നു. ലാക്ക് mRNA ലാക്ക് പ്രോട്ടീൻ ആയി മാറി ബീറ്റ ഗലക്ടോസിഡേസ് പെർമിയേസ് ട്രാൻസസറ്റൈലേസ് എന്ന് പറഞ്ഞ ട്രാൻസ്ലേഷൻ വഴി ഉണ്ടാവുന്ന 3 പ്രോട്ടീനുകൾ. അപ്പോൾ ആ പ്രോട്ടീനുകൾ വന്ന് കയറിയ ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അതാണ് ആക്ച്വലി നമുക്ക് അതിൽ ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്രോൺസിന്റെ കേസായിട്ടുള്ളത്. ഓക്കെ, ബാക്കി നിങ്ങൾ സംശയമുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റിൽ ഇടണ്ട, എന്നാൽ മാത്രമേ സാറിന് മനസ്സിലാവുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് സംശയം ഉണ്ടെന്നുള്ള കേസ്. മ്യൂട്ടേഷൻ ആൻഡ് ജനറ്റിക് കോഡ്. മ്യൂട്ടേഷൻ എന്തായാലും അടുത്ത സെഷനായിട്ട് നമുക്ക് എടുക്കാം. മ്യൂട്ടേഷൻ, DNA ഫിംഗർ പ്രിന്റിങ്ങും പിന്നെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നമ്മുടെ പരിപാടി കഴിഞ്ഞു, ചാപ്റ്റർ A കഴിഞ്ഞു. അപ്പോൾ ഇതിലിനി നിങ്ങൾക്ക് പറയാനുള്ളത്, സാർ ഇതിൽ വിട്ടിട്ടുണ്ടോ എന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് പറയാനുള്ള കേസ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞതാണ് നോൺ ഹിസ്റ്റോൺ. ആക്ച്വലി ഇത് പറഞ്ഞതാണല്ലോ. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ സാർ പറഞ്ഞുതരാം. പോളിപെപ്റ്റൈഡ് ചെയിനിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, എങ്ങനെയാണ് പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാവണമെന്നാണ് നമ്മൾ നോക്കിക്കോ. നമുക്കറിയാം ന്യൂക്ലിക് ആസിഡുകളായ DNA RNA അവർ പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകൾ വഴിയാണ് ഉണ്ടാക്കുന്നത്. എന്താണ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ? അതിന്റെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ ഓക്കെ, സാർ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ വരച്ചു തരാം. അതിന്റെ ബേസിക് യൂണിറ്റ് ആയ ന്യൂക്ലിയോടൈഡ് എന്താണെന്നുള്ളതാണ്. അതിന്റെ ബേസിക് യൂണിറ്റ് ആയ ന്യൂക്ലിയോടൈഡുകളെ കുറിച്ച് സാർ പറഞ്ഞുതരാം. അതിന്റെ ബോണ്ട് കാര്യങ്ങളും പറഞ്ഞുതരാം. നമുക്കറിയാലോ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? നൈട്രജൻ ബേസ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഷുഗർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഉണ്ട്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഞാൻ ഷുഗർ വെച്ച് വരച്ചുതരാം. അതെ, ഇതാണ് ആക്ച്വലി നമ്മുടെ ഷുഗർ വരുന്ന, നമ്മുടെ ഷുഗർ റൈബോസ് ആണ്. റൈബോസ് ഈ ഒരു ക്ലോസ്ഡ് റിംഗ് സ്ട്രക്ചർ ആണ് നമ്മൾ റൈബോ ഷുഗർ എന്ന് പറയാം. അത് പെൻഡോസ് ആണ്. 5 ആൾക്കാരുണ്ട്. 1 2 3 4 5. ഇവിടെ എന്താ? CH2OH. അപ്പൊ 5 കാർബണുള്ള പെൻഡോസ് ഷുഗർ ആണ്. 5 കാർബൺ പെൻഡോസ് ഷുഗർ. ഓക്കെ ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ നമ്പറിങ് കൊടുത്താൽ എങ്ങനെ? ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ, ഫിഫ്ത്ത് കാർബൺ. ഓക്കെ, ഇനി ഫസ്റ്റ് കാർബണോട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ നൈട്രജൻ ബേസ് ആയ പിരമിഡിനുകളും പ്യൂരിനുകളും. കറക്റ്റ് അല്ലേ? പിരമിഡിൻ, പ്യൂരിൻ. അപ്പോൾ പിരമിഡിൻ പ്യൂരിനെ വരക്കാം. ഇനി ഇത് പിരമിഡിൻസ്. അല്ലെ, പിരമിഡിൻ പ്യൂരിന്റെ ഇതെന്താ? 5ലും 6ലും ഡബിൾ ബോണ്ട് ഉണ്ടാവും. രണ്ടാമത്തേല് O ഉണ്ടാവും, ഓക്സി ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പൊ ഇവിടുത്തെ നമ്പറിങ് വരച്ചതാണ്. എന്നാലും ഒന്നുകൂടി വരച്ചുതരാം. 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6. മനസ്സിലായോ? ഇതാണ് ആക്ച്വലി 2 നൈട്രജൻ ബേസുകൾ. അപ്പൊ ആക്ച്വലി DNA റൈബോസ് ഷുഗർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ റൈബോസ് ഷുഗറിന്റെ ഫസ്റ്റ് കാർബണിൽ നിന്നും. ഓക്കെ, പ്യൂരിനുകളാണെങ്കിൽ 9th നൈട്രജൻ ആയിട്ടും, ഇനി പിരമിഡുകളാണെങ്കിൽ ഫസ്റ്റ് നൈട്രജൻ ആയിട്ടായിരിക്കും ബോണ്ട് ഉണ്ടാക്കുക. ഓക്കെ, ഇത് ഷുഗർ ആണ്. ഷുഗറിന്റെ സ്ട്രക്ചർ സാർ വരച്ചിട്ടുണ്ടായില്ല, ഒന്നുകൂടി വരക്കാം. OH H OH H OH H. ഇത് DNA ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല? H ഇല്ല, O ഇല്ല. ഓക്കെ, അത് DNA. ഓക്കെ ഓക്കെ, ഇത് ബീറ്റ ആനോമറിക് ഫോം ആണ്. ബീറ്റ ആനോമറിക് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ കൈറാൽ സെൻട്രൽ നിന്നും OH മുകളിലേക്കാണ്, അപ്പോൾ അത് ബീറ്റ ഫോം എന്ന് വിളിക്കും. ഇനി OH അടിയിലേക്കാണെങ്കിൽ ആൽഫ ഫോം. അല്ലെ, നമ്മൾ DNA ആണെങ്കിലും RNA ആണെങ്കിലും ബീറ്റ ആനോമറിക് ഫോമിലാണ് നമ്മൾ കാണപ്പെടുന്നത്. അപ്പൊ ആക്ച്വലി ആലോചിച്ച് നോക്കിയേ, ഈ ബോണ്ടിനെ എന്ത് വിളിക്കും? ബീറ്റ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് വിളിക്കും. എന്താ? ബീറ്റ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. കറക്റ്റ് അല്ലേ? ബീറ്റ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്, അതായത് ഷുഗറും നൈട്രജൻ ബേസും തമ്മിലുള്ള ബോണ്ട്. ബീറ്റ പൊസിഷൻ അറ്റാച്ച് ദ എൻ, അപ്പോൾ ബീറ്റ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇനി അപ്പോൾ ആക്ച്വലി ഈ പൊസിഷൻ നമ്മൾ 5' പൊസിഷൻ എന്നും ഈ പൊസിഷൻ നമ്മൾ 3' പൊസിഷൻ എന്നും പറയാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ 5', 3' എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ട് 5 എന്ന് പറയുന്നില്ല? കാരണം ആലോചിക്കുക, ഓൾറെഡി നൈട്രജൻ ബേസുകൾക്ക് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്.
എന്താ 1 2 3 4 5 നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ നമ്പർ നമ്മൾ വീണ്ടും ഇട്ട് അവിടെ കൺഫ്യൂഷൻ ആണ്, നമ്മൾ പ്രൈം പൊസിഷൻ എന്ന് പറയും. അപ്പോൾ 5 പ്രൈം 3 പ്രൈം 3 പ്രൈമിൽ OH ആണ്, 2 പ്രൈമിൽ OH ഇല്ല, കാരണം അത് ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് ആണ്, DNA ആണ്. ഇനി 5 പ്രൈമിലുള്ള CH2OH ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാറ് പറഞ്ഞിട്ടുണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകൾ അഥവാ ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഫോസ്ഫോറിക് ആസിഡ് എങ്ങനെയാണ്? ഫോസ്ഫോറിക് ആസിഡ് H3PO4 ആണ്. അപ്പോൾ എന്താ, പി ഓ ഇട്ടാൽ OH അല്ലേ, കറക്റ്റ് അല്ലേ? ഇനി അടുത്ത ഫോസ്ഫേറ്റ് എന്താ, അതെ OH അല്ലെ, H3PO4 അല്ലേ? ബാലൻസ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്യണം, 5 ബാലൻസി അല്ലേ, കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ എച്ചും ഇവിടുത്തെ OH തമ്മിൽ വാട്ടർ ആയിട്ട് റിലീസ് ചെയ്യുന്നു അല്ലേ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഒരു ആൽക്കഹോളും ആസിഡും ആണ്. എന്താ, ആൽക്കഹോളും ആസിഡും തമ്മിൽ ഉണ്ടാക്കുന്ന ബോണ്ടുകൾ നമ്മൾ എസ്റ്റർ ബോണ്ടുകൾ എന്ന് വിളിക്കും. എസ്റ്റർ ബോണ്ടാണ് ആക്ച്വലി. അപ്പോൾ ഒരു എസ്റ്റർ ബോണ്ടായി. മനസ്സിലായോ? നോക്കിയേ, ഇനി എന്താ, ഇവിടെ നിന്നും വാട്ടർ റിലീസ് ചെയ്യും. എങ്ങനെ? ഇവിടുത്തെ എച്ച് ഇവിടുത്തെ OH വാട്ടർ റിലീസ് ചെയ്യും. അപ്പോൾ അവിടെ ആക്ച്വലി എന്തായി, വാട്ടർ റിലീസായി. അപ്പൊ ഇതെന്ത് ബോണ്ടാ? ഇത് 2 ആസിഡുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ബോണ്ട് അൺഹൈഡ്രേറ്റ് ബോണ്ടായിട്ട് മാറി. എന്താ, അൺഹൈഡ്രേറ്റ് ബോണ്ട്. ഇതെന്താ, ഇത് എസ്റ്റർ ബോണ്ടായിട്ട് മാറി. മനസ്സിലായോ? ഇനി ഇവിടെയും ഒരു എസ്റ്റർ ബോണ്ട് ഉണ്ടാവും. മൂന്നാമത്തെ ഫോസ്ഫേറ്റ് ഇതേ POH, പിന്നെന്താ OH. ഇവിടുത്തെ ഓയും ഇവിടുത്തെ H2O വാട്ടർ ആയിട്ട് റിലീസ് ചെയ്യുന്നു. അവിടെയും ഒരു അൺഹൈഡ്രേറ്റ് ബോണ്ട് ഉണ്ടായി. അപ്പോൾ നമ്മൾ ഇതൊരു ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചറിൽ ആക്ച്വലി 3 ബോണ്ടുകൾ വരും. എന്താ, ഒന്ന് അൺഹൈഡ്രേറ്റ് ബോണ്ട്, ഒന്ന് എസ്റ്റർ ബോണ്ട്, പിന്നെ വരുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. ഇനി ഒരു ന്യൂക്ലിയോടൈഡ് വേറൊരു ന്യൂക്ലിയോടൈഡ് ആയിട്ട് ആക്ച്വലി ബോണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? ഓക്കെ, ഇവിടുത്തെ OH ആയിരിക്കും ഈ ഫോസ്ഫേറ്റ് ആയിട്ട് ബോണ്ട് ഉണ്ടാക്കുക. മനസ്സിലായോ? അപ്പോൾ ഒരു ഫോസ്ഫേറ്റ് മാത്രം സാർ അവിടെ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ POH. അപ്പോൾ ഇവിടുത്തെ എച്ചും ഇവിടുത്തെ OH തമ്മിൽ വാട്ടർ ആയിട്ട് റിലീസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഉണ്ടായ അടുത്തൊരു എസ്റ്റർ ബോണ്ടായി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2 എസ്റ്റർ ബോണ്ടുകൾ ഉണ്ടായി, ശരിയല്ലടാ? 2 എസ്റ്റർ ബോണ്ടുകൾ ഉണ്ടായി. ഒന്നെന്താ, ഒരു എസ്റ്റർ ബോണ്ട് എന്താ, ഇവിടുത്തെ ആൽക്കഹോളും അവിടെ ഫോസ്ഫോറിക് ആസിഡും തമ്മിൽ ഒരു എസ്റ്റർ ബോണ്ട്, ഇവിടുത്തെ ആൽക്കഹോളും ഇവിടുത്തെ ആസിഡും തമ്മിൽ വേറെ എസ്റ്റർ ബോണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബോണ്ടുകളെ എന്ത് പറയാറോ, ഡയസ്റ്റർ ബോണ്ട്, ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് നമ്മൾ പറയാല്ലേ, DNA. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ടുകൾ എന്ന് വിളിക്കാൻ കാരണം എന്താ, 2 എസ്റ്റർ ബോണ്ടുകൾ ഉണ്ടാവുന്നുണ്ട്. 2 എസ്റ്റർ ബോണ്ട് 1 2 മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ DNA ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് എന്ന് പറയാൻ കാരണം. അപ്പോൾ പുതിയൊരു ന്യൂക്ലിയോടൈഡ് ഇവിടെ ഉണ്ടാവുക. ഇതിന്റെ ബാക്കി ആക്ച്വലി ഇതാണ്. അത് അടിയിൽ സാർ വരക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വരക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ആക്ച്വലി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെന്നാണ്. അങ്ങനെയാണ് ആക്ച്വലി ഒരു ബോണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ ആക്ച്വലി നമ്മളറിയാം റേഡിയേഷനുകൾ, അതായത് എക്സ്റേ റേഡിയേഷൻ, അയണിക് റേഡിയേഷൻ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ UV റേഡിയേഷൻ തന്നെ 3 കാറ്റഗറി ഉണ്ട്. UV A B C. UV റേഡിയേഷൻ അധികം കൊണ്ടാൽ ക്യാൻസറസ് കണ്ടീഷൻ ഉണ്ടാക്കാൻ നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ട്? കാരണം UV റേഡിയേഷനുകളായിക്കോട്ടെ അല്ലെ, ഹൈ വേവ് ലെങ്ത്തിൽ വരുന്ന എനർജിയുള്ള ഫ്രീക്വൻസി കൂടുതലായിട്ടുള്ള വേവുകളുടെ കേസിൽ അവർക്ക് ദേ ഹാവ് ഹൈ പൊട്ടന്റ് എനർജി. എന്തിനാണെന്നറിയോ? ഇവർ ഈ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് കളയും. ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് ബ്രേക്ക് ചെയ്താന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, DNA ബ്രേക്ക് ആയി പോയതാണ്. അപ്പോൾ അത് ക്യാൻസറസ് കണ്ടീഷനാണ്. കാരണം അത് പ്രോട്ടീനുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അൾട്രാ UV റേഡിയേഷനൊക്കെ കൊണ്ട് അധികം വിഷയം വന്നില്ല. കാരണം എന്താ, അവരുടെ പൊട്ടൻഷ്യൽ എന്താ, അവരുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യുക. അവിടെയും ക്യാൻസറസ് കണ്ടീഷൻ വരാം. നമ്മളറിയാം പിരമിഡിൻ ടൈമറുകൾ, തൈമിൻ ടൈമറുകൾ അങ്ങനെ ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. മനസ്സിലായോടാ?
ഇതോടുകൂടി ആക്ച്വലി നമുക്ക് ഇനി ഒരു സെഷനോട് കൂടി നമുക്ക് ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഇനി വരുന്ന സെഷനിൽ ജനറ്റിക് കോഡുണ്ട് കുറച്ച് ബാക്കി കാര്യങ്ങൾ അല്ലേ, പിന്നെ DNA ഫിംഗർ പ്രിന്റിങ്ങും പിന്നെ വരുന്ന ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ആണ്. അതുകൊണ്ട് കഴിഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സാറിനോട് പറയണം. സാർ അത് നിങ്ങൾക്ക് അത് കമന്റിലൂടെ തന്നെ പറഞ്ഞുതരാം, അല്ലെങ്കിൽ സാർ എൻ്റെ സെഷനായിട്ട് തന്നെ എടുക്കാം. ഓക്കെ ദെൻ ബൈ.